നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് അടുക്കുമ്പോൾ പൊന്നാനിയിൽ UDFന് വ്യക്തമായ മുൻതൂക്കമുണ്ട്. UDF സ്ഥാനാർത്ഥിയും മുസ്ലിം ലീഗിന്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയുമായ ET മുഹമ്മദ് ബഷീർ ഇത്തവണ മണ്ഡലത്തിൽ ഹാട്രിക് വിജയം നേടുമെന്നാണ് അവസാനവട്ട തെരഞ്ഞെടുപ്പ് ചിത്രവും വ്യക്തമാക്കുന്നത്. തോറ്റാൽ MLA സ്ഥാനം രാജിവെച്ച് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് PV അൻവർ പറയുന്നുണ്ടെങ്കിലും LDFന് വലിയ സാധ്യതയൊന്നും ഇവിടെ കാണുന്നുമില്ല. മറുനാടൻ മലയാളി അടക്കമുള്ള വിവിധ മാധ്യമങ്ങൾ നടത്തിയ തെരഞ്ഞെടുപ്പ് സർവേകളിലും ഇവിടെ ET മുഹമ്മദ് ബഷീറിന് തന്നെയാണ് സാധ്യത കൽപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള വരവോടെ രൂപപ്പെട്ട തരംഗം പൊന്നാനിയിൽ UDFനും ഗുണമാവുകയാണ്. എന്നാൽ UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീറിനേക്കാളും ആർഭാടവും ആൾക്കൂട്ടവുമുള്ള പ്രചാരണ പരിപാടികളാണ് PV അൻവർ നടത്തുന്നത്. ഇത് ഇടത് കേന്ദ്രങ്ങളിൽ ആത്മവിശ്വാസം പരത്തിയിട്ടുണ്ട്. എന്നാൽ അൻവർ പണമെറിഞ്ഞാണ് ആളുകളെ സംഘടിപ്പിക്കുന്നതെന്ന ആരോപണവും UDF കേന്ദ്രങ്ങൾ ഉന്നയിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ പണമാണോ അതോ ജനസമ്മതിയാണോ ഈ ആൾക്കൂട്ടത്തിന് കാരണമെന്ന് LDF തിരിച്ചടിക്കുന്നുണ്ട്. ഇത്തവണ താൻ പൊന്നാനി പിടിച്ചെടുക്കുമെന്നും വിജയിക്കുമെന്ന് തനിക്ക് 100% ആത്മവിശ്വാസം ഉണ്ടെന്നും PV അൻവർ പറയുന്നു. പൊന്നാനിയിൽ ജയിച്ചില്ലെങ്കിൽ താൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നാണ് അൻവർ പറയുന്നത്. എന്നാൽ ഇത്തവണ തനിക്ക് 80,000-ത്തിലധികം ഭൂരിപക്ഷം ഉണ്ടാകുമെന്നും കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ വിജയം ഉണ്ടാകുമെന്നും UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ MP പറയുന്നു. താൻ ഇത് വെറുതെ പറയുകയില്ലെന്നും പാർട്ടി പ്രവർത്തകർ ബൂത്ത് തലത്തിൽ നടത്തിയ കണക്കെടുപ്പിൽ നിന്നും ലഭിച്ച വിവരപ്രകാരമാണ് ഈ വോട്ടിന് താൻ വിജയിക്കുക എന്ന് പറയുന്നതെന്നും ET പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ 27,410 വോട്ടുകൾക്കാണ് ET വിജയിച്ചു കയറിയത്. ഇരുവർക്കും പുറമെ NDAക്ക് വേണ്ടി BJP സംസ്ഥാന സമിതി അംഗം പ്രൊഫസർ VT രമയും SDP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KC നസീറും PDP സ്ഥാനാർത്ഥി പൂന്ത്ര സിറാജും പ്രചാരണ രംഗത്ത് സജീവമാണ്. കഴിഞ്ഞ തവണ LDFനെ പിന്തുണച്ച PDP ഇത്തവണ സ്ഥാനാർത്ഥിയെ നിർത്തിയത് UDFന് ഗുണം ചെയ്യും. ഇതിനു പുറമെ മണ്ഡലത്തിൽ വേരോട്ടമുള്ള വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിച്ചതും ബഷീറിന് ഗുണം ചെയ്യും. കോൺഗ്രസ് നേതാക്കളുമായി അൻവറിന്റെ രഹസ്യധാരണയുമുണ്ട്. എന്നാൽ ETയുടെ സ്ഥാനാർത്ഥിയായതിനാൽ മണ്ഡലത്തിലെ കോൺഗ്രസിലെ വലിയൊരു വിഭാഗത്തിന് എതിർപ്പുണ്ടായിരുന്നു. മുന്നണി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയാൽ പാർട്ടിക്ക് പുറത്താകും സ്ഥാനമെന്ന് മുന്നറിയിപ്പിനെ തുടർന്ന് ഇക്കൂട്ടർ മൗനം അവലംബിക്കുകയാണ്. ഇതിൽ ചില നേതാക്കളുമായി അൻവർ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതായും പരാതികൾ ഉയർന്നിരുന്നു. ഇതിനു പുറമെ അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയ കോൺഗ്രസ് നേതാവിനെ യൂത്ത് ലീഗുകാർ വഴിതടഞ്ഞതും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതും വിവാദമായിരുന്നു. അൻവർ കോൺഗ്രസ് കുടുംബാംഗമായതിനാലും ഇത് LDFന് ഗുണകരമാകുമെന്ന കണക്കുകൂട്ടലും പാർട്ടിക്കുണ്ട്. ഇതിനു പുറമെ മണ്ഡലത്തിൽ നിലനിൽക്കുന്ന പ്രാദേശിക ലീഗ് കോൺഗ്രസ് പോരും ET കൊണ്ടോട്ടിയിൽ വെച്ച് SDP നേതാക്കളുമായി രഹസ്യ ചർച്ച നടത്തിയതും LDFന് ഗുണകരമാകുമെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. ഇവയ്ക്ക് പുറമെ LDF തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ എത്തിയതും അൻവറിന് ഗുണം ചെയ്യും. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.